പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം. So modern political scientists adopted modern method of study in political science. ആധുനിക രാഷ്ട്രീയ ചിന്തകന്മാർ ആധുനികപരമായ ഭരണ രീതികളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, പൊളിറ്റിക്കൽ സയൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആൽമണ്ട്, പവൽ, കോൾമാൻ, വെർബ, പാഴ്സൺ and many others brought the concept of political culture as a tool of modern political analysis. ആധുനിക രാഷ്ട്രീയ വിശകലന രീതിയിൽ ആ രീതിയിൽ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിന് ആവശ്യമായ ടൂൾസുകൾ ഉപകരണങ്ങൾ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചിന്തകന്മാരാണ് ആൽമണ്ടും, പവലും, കോൾമാനും, വെർബയും, പാഴ്സൺ, ടാൾക്കോട്ട്, പാഴ്സൺ തുടങ്ങിയ ആളുകൾ. പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് എ പാർട്ട് ഓഫ് കൾച്ചർ, HP വൈസ്മാൻ ഡിഫൈൻ. പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് എ പാർട്ട് ഓഫ് കൾച്ചർ. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇത് രാഷ്ട്രീയ സംസ്കാരം. നമുക്ക് സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരമേ ഉള്ളൂ, പൊളിറ്റിക്കൽ മാത്രമല്ല. ഇപ്പോൾ എക്കണോമിക്കലുണ്ട്, കൾച്ചറിലുണ്ട്, ബിഹേവിയറിലുണ്ട്, എഡ്യൂക്കേഷനിലുണ്ട്, സോഷ്യലുണ്ട്, ഇതൊക്കെ കൾച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഏതാ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. HP വൈസ്മാൻ ഡിഫൈൻ കൾച്ചർ ഈസ് എ കോമൺ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് പീപ്പിൾ അബൌട്ട് സെർട്ടൺ ഒബ്ജക്റ്റ്. ചില പ്രത്യേക വസ്തുക്കളോട് ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു പൊതുവായ മനോഭാവം, ജനങ്ങളുടെ പൊതുവായ അഭിരുചിയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ദസ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് എ കോമൺ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് പീപ്പിൾ അബൌട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പൊതുവായ ആറ്റിറ്റ്യൂഡാണ്, പൊതുവായ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയപ്പെടുന്നത്. ആൽമണ്ട് ആൻഡ് പവൽ സ്റ്റേറ്റ് ദാറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് എ പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓറിയൻറ്റേഷൻ ടുവേഴ്സ് ദ പൊളിറ്റിക്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ അംഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും ഓറിയൻറ്റേഷനും വളർത്തിയെടുക്കുന്ന രീതിക്ക് നമുക്ക് എന്ത് വിളിക്കാം, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയാം. സോ പൊളിറ്റിക്കൽ കൾച്ചർ കൺസിസ്റ്റ് ഓഫ് 3 ഓറിയൻറ്റേഷൻസ്. 3 ഓറിയൻറ്റേഷനകത്തുള്ളത് 3 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളത്. ഒന്നാമത്തത് കോഗ്നിറ്റീവ് ഓറിയൻറ്റേഷൻ, മറ്റേത് അഫക്റ്റീവ് ഓറിയൻറ്റേഷൻ, മൂന്നാമത്തത് ഇവാലുവേറ്റീവ് ഓറിയൻറ്റേഷൻ. 3 അഫക്റ്റീവ്, കോഗ്നിറ്റീവ്, ഇവാലുവേഷൻ. കോഗ്നിറ്റീവ് ഓറിയൻറ്റേഷൻ മീൻസ് റെക്കഗ്നൈസ് ദ പൊളിറ്റിക്കൽ ഒബ്ജക്ട്സ് ആൻഡ് ബിലീവ്സ്. അതായത് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ, കോഗ്നിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുക, അംഗീകരിക്കുക. അതായത് കോഗ്നിറ്റീവ് ഓറിയൻറ്റേഷൻ മീൻസ് റെക്കഗ്നൈസ് പൊളിറ്റിക്കൽ ഒബ്ജക്റ്റ് ആൻഡ് ബിലീവ്സ്. രാഷ്ട്രീയപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവിനെ എന്ത് ചെയ്യുക, അംഗീകരിക്കുക എന്നതാണ് എന്തെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അഫക്റ്റീവ് ഓറിയൻറ്റേഷൻ ഇൻവോൾവ്സ് ഇമോഷണൽ ഓർ ഇൻവോൾവ്മെൻറ്റ്. അതെന്താ വരുന്നത്, അഫിനിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ എന്താണ് അഫക്റ്റീവ് എന്ന് പറയുന്നത് കാണാം. അവിടെ ഇമോഷൻസിന് ഇൻവോൾവ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓർ അറ്റാച്ച്മെൻറ്റ് ഓർ ഡിറ്റാച്ച്മെൻറ്റ് ടു റെക്കഗ്നൈസ് സബ്ജക്ട്സ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ്ജക്റ്റിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, എതിർക്കുകയോ ചെയ്യാം. ഇവാലുവേഷൻ ഓർ വാല്യൂ ജഡ്ജ്മെൻറ്റ് ഈസ് ഇവാലുവേറ്റീവ് ഓറിയൻറ്റേഷൻ ഓർ ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ. ഈ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയപ്പെടുന്നത് എന്താണ്, ഈസ് ദ ജഡ്ജ്മെൻറ്റ്, ഈസ് ഇവാലുവേറ്റീവ് ഓറിയൻറ്റേഷൻ ഓർ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടിയിട്ട് ഇവാലുവേറ്റീവ് ആയിട്ടുള്ള ഓറിയൻറ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിച്ചേരാൻ സഹായിക്കുന്നു. ഇവാലുവേഷൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോഗ്നിറ്റീവ്. അഫക്റ്റീവ് ഓറിയൻറ്റേഷൻ്റെയും കോഗ്നിറ്റീവ് ഓറിയൻറ്റേഷൻ്റെയും ഒരു പ്രോഡക്റ്റാണ് ഏതാ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സാമൂൽ എച്ച്. The components of political culture are values, beliefs and emotional attitude about the political system. രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള വൈകാരികമായ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങളാണെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയും. ഇനി പൊളിറ്റിക്കൽ കൾച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് 3 സ്റ്റേജസ്. 3 ഘട്ടമായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, തിരിക്കാം. ഒന്നാമത്തത് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. 3 കൾച്ചറാണ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ,
subject political culture and parochial political culture. Participant political culture is the first type in which people actively participate in the political process. ജനങ്ങൾ ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ എന്ത് ചെയ്യുന്നു, ആക്റ്റീവായി പങ്കെടുക്കുന്ന പ്രക്രിയയ്ക്ക് എന്താ പറയുക നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് ദ ഫസ്റ്റ് ടൈപ്പ്. പിന്നെ അത് ഏറ്റവും ഉദാഹരണം എന്ന് പറയാൻ നമുക്ക് എന്താണ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചറിന് എടുക്കാം. ഇറ്റ് ഈസ് ദ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ്, ഉദാഹരണം പറയുന്നത് ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിലാണ് എന്ത് കേൾക്കുന്നത്, ഈ പൊളിറ്റിക്കൽ കൾച്ചർ കേൾക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ പൊളിറ്റിക്കൽ കൾച്ചർ ഓഫ് ഡെവലപ്ഡ് നേഷൻ്റെ പൊളിറ്റിക്കൽ കൾച്ചറാണ്. ആൻഡ് വെസ്റ്റേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്, ആധുനിക പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സബ്ജക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് നെക്സ്റ്റ് വെറൈറ്റി ഓപ്പറേറ്റിംഗ് ഡെവലപ്പിംഗ് നേഷൻസ് ലൈക്ക് ഇന്ത്യ. കണക്ഷൻ ഇല്ലാത്തത് മനസ്സിലാവാമോ? അപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചറിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ. അതിൽ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, പങ്കെടുക്കുന്നു. ഇത് നിലനിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിലാണ്. അവിടെ ഈ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾ ആക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പ്രോസസ്സിൽ പങ്കെടുക്കും. രണ്ടാമത്തത് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് നേഷൻസ്, ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ കൾച്ചറാണ് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആർ നോ സോ ഇൻട്രസ്റ്റ് ഇൻ ദ പൊളിറ്റിക്കൽ പ്രോസസ്. ജനങ്ങൾക്ക് വലിയ താല്പര്യം ഇവിടെ കാണത്തില്ല സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചറിൽ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ, അവിടെ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ കൾച്ചർ നമുക്ക് എന്ത് വിളിക്കാം, സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയാം. ഇനി the last variety operate in the traditional societies like Asian, African, etc. അതായത് നാലാമത്തെ എന്താണ്, മൂന്നാമത്തെ നമ്മൾ ഏതാ പറഞ്ഞത്, പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇത് നിലനിൽക്കപ്പെടുന്നത് എവിടെയാണ്, ട്രഡീഷണൽ സൊസൈറ്റികളിലാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ഉള്ള പരമ്പരാഗതമായ സമൂഹത്തിലാണ് ഇത് നിലനിൽക്കുന്നത്, പരോക്കിയൽ നിലനിൽക്കുന്നത്. എലോങ് വിത്ത് ദീസ് ദെയർ ആർ മിക്സഡ് വെറൈറ്റീസ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ കൾച്ചറുകളുണ്ട്. പരോക്കിയൽ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, ഒന്നിൻ്റെ പേരാണിത് പരോക്കിയൽ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. രണ്ടാമത്തത് പരോക്കിയൽ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, മറ്റൊന്നാണ് പരോക്കിയൽ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. മൂന്നാമത് സബ്ജക്റ്റ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, മിക്സഡായിട്ട് സബ്ജക്റ്റ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. പിന്നെ സിവിക് കൾച്ചർ, ഇങ്ങനെയെല്ലാം കൂടി എന്താ മിശ്രിതമായിട്ട് നിലനിർത്തപ്പെടുന്നു. ദ സിവിക് കൾച്ചർ ഈസ് ദ മിക്സർ ഓഫ് റൈപ്ഡ് കൾച്ചർ ഓർ മിക്സഡ് കൾച്ചർ. മിക്സഡ് കൾച്ചറിൻ്റെ അല്ലെങ്കിൽ റൈപ്ഡ് കൾച്ചറിൻ്റെ വിളവെടുത്ത അല്ലെങ്കിൽ നല്ല വിളഞ്ഞ അല്ലെങ്കിൽ വളരെ പാകമായ ഒരു സംസ്കാരത്തിലാണ് നിലനിൽക്കപ്പെടുന്നത് സിവിക് പൊളിറ്റിക്കൽ കൾച്ചർ നിലനിൽക്കപ്പെടുന്നത്. ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് എ വാല്യുബിൾ ടൂൾ ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാല്യുബിൾ ടൂളാണ് ഏതാ, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയപ്പെടുന്നത്. To compare different efficient political systems of the world, ലോകത്തിലെ വിവിധ രാഷ്ട്രീയ വ്യവസ്ഥകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞു. ക്ലിയർ ആയോ?